ഹായ് ഹലോ. അപ്പോൾ വേറൊരു വീഡിയോ കാണാം അല്ലേ. കല്യാണ സീരീസ് കഴിഞ്ഞില്ല കേട്ടോ, ഒരു 2-3 വീഡിയോ കൂടെ അതുകൂടി കഴിഞ്ഞാൽ അത് നമുക്ക് അവസാനിപ്പിക്കാം. ഇതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വൈകുന്നേരമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിരുന്ന് വരവും കൂടി ഉണ്ടായിരുന്നു. സോ കല്യാണത്തിൻ്റെ പിറ്റേന്നായിരുന്നില്ല, അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു വിരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വൈകുന്നേരമാണ് കേട്ടോ. അപ്പം ആരും പോയിണ്ടായിരുന്നില്ല, മേമയും ചെറിയച്ഛനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണൻ്റെയും തനുട്ടീൻ്റെയും ഡാൻസ് മക്കളും അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെയും ഡാൻസ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഡാൻസ് ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം ഒരാൾ എന്താണോ ചെയ്യുന്നത് അത് നോക്കി നിന്നിട്ട് മറ്റേ ആൾ ചെയ്യുക, അതായിരുന്നു പരിപാടി. ഏതായാലും സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഇങ്ങനെ ഓരോ ചർച്ചയിലേക്ക് പോയി. കാരണം നമുക്ക് പിറ്റേ ദിവസം വരുന്നതിന് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ബിരിയാണി തന്നെയാണ്. പിന്നെ സദ്യ ഉണ്ടാവില്ല കഴിക്കാത്തവർക്ക്, അത് പിന്നെ ഇവിടെ നമ്മൾ തന്നെ വെക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരതിൻ്റെ ചർച്ചയിലാണ്. പിന്നെ ഞാൻ അതിനകത്ത് കയറി ഇടപെടാൻ പോയില്ല, വെറുതെ എന്തിനാ. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളില്ലല്ലോ, കഴിക്കാനല്ലേ ഉള്ളൂ. ഈ കണ്ണൻ ഇപ്പം ചെറുതായിട്ടൊരു വാശിയാണ് കേട്ടോ. ഇത്രയും നേരം തനുട്ടീൻ്റെ കൂടെ കളിച്ച് അവളെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വരും കളിക്കാൻ, കൂട്ടി കൊണ്ടുവരികയൊക്കെ ചെയ്യും. പക്ഷേ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതാ വാശിയാണ്. അവൻ്റെ മാമൻ്റെ വണ്ടിയാണ്, അതിനകത്ത് ആരും കയറണ്ടെന്നും പറഞ്ഞ് അതിനകത്ത് തൊടാൻ പോലും സമ്മതിക്കാണ്ട് അതിനെ തിരിച്ചു വിട്ടു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പോയി സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. ഇതൊക്കെയാണ് അവരുടെ കഥ. പിന്നെ നാളത്തേക്കുള്ള ഉള്ളി നന്നാക്കൽ, സവാള തോല് പൊളിക്കൽ, അങ്ങനെയുള്ള ഓരോ പണിയിലാണ്. അപ്പോൾ മേമയും ചെറിയച്ഛനും പിന്നെ നമ്മളെ ശൗന്തളെടുത്തിയും കൂടിയാണ് അതിൻ്റെ ഡ്യൂട്ടീസൊക്കെ ഏറ്റെടുത്തത്. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നു അവർക്കറിയാം എത്രത്തോളം പണി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി നെക്സ്റ്റ് വിരുന്നിൻ്റെ വ്ളോഗിൽ കാണാം. ബായ്.